കൃഷിക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വ്യത്യസ്തനായ കർഷകൻ ശുഭകേശിന്റെ കൃഷിത്തോട്ടത്തിൽ ഓണക്കാലമായതോടെ തിരക്കേറുകയാണ്. 15 ഏക്കർ കൃഷിയിടത്തിൽ 17 ഇനം ജൈവ പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായി കിടക്കുന്നത്. ഓണക്കാലമെത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മലയാളികൾക്ക് അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കർഷകരാൽ സമ്പന്നമായ പഞ്ചായത്തിൽ സമൃദ്ധമായി വിളയുന്ന ജൈവ പച്ചക്കറികൾ തന്നെയാണ് ഇതിന് കാരണം. അവിടെ വ്യത്യസ്തനായ ഒരു കർഷകന്റെ കൃഷിത്തോട്ടമാണ് ഈ ഓണക്കാലത്തെ താരം. കഞ്ഞിക്കുഴി പയറെന്ന് മാത്രം കേട്ടാൽ മതി ശുഭകേശൻ എന്ന കർഷകനെ അടയാളപ്പെടുത്തുവാൻ. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ വിളയിലൂടെയാണ് KP ശുഭകേശൻ കാർഷിക ലോകത്ത് പ്രിയങ്കരനായത്. ഓണക്കാലത്തെ മുന്നിൽ കണ്ട് കഞ്ഞിക്കുഴി സിൽക്ക് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് സമീപത്തെ 15 ഏക്കർ കൃഷിഭൂമിയിൽ ശുഭകേശൻ വിളയിച്ചെടുത്തത് 17 ഇനം പച്ചക്കറികളാണ്. പടവലവും പാവലും മത്തനും തുടങ്ങി ഓണക്കാലത്തെ സമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എല്ലാം ജൈവ പച്ചക്കറികൾ. പച്ചക്കറിയോടൊപ്പം വിവിധ ഇനം പൂക്കളും ഇടവിളയായുണ്ട്. ഇത്തവണ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ 17 ഇനം പച്ചക്കറി ഇവിടെ വിളവായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു 120 മീറ്റർ നീളമുള്ള ഒരു പടവലപ്പന്തലാണ്. അതുപോലെ തൊട്ടപ്പുറത്തും അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിനും തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പച്ചക്കറി കുറവായ കഴിഞ്ഞ കാലവർഷം കാരണം പച്ചക്കറി കുറവായത് കാരണം നമുക്കിപ്പോൾ നല്ല വിലയും കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ വാങ്ങാനെത്തുന്നവർക്ക് തോട്ടത്തിലിറങ്ങി വേണ്ടതെല്ലാം നേരിട്ട് പറിച്ചെടുക്കാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ആവശ്യക്കാർക്ക് ഇതിന് സമീപമുള്ള അഗ്രോ ഷോപ്പിൽ നിന്നും വാങ്ങാം. സ്വന്തം നഴ്സറിയിൽ വളർത്തിയെടുക്കുന്ന തൈകളാണ് ശുഭകേശൻ കൃഷി ചെയ്യുന്നത്. വിത്തും തൈകളും വേണ്ടവർക്ക് വീടിന് സമീപമുള്ള 15 ഏക്കർ കൃഷിയിടത്തിൽ അതും ഒരുക്കിയിട്ടുണ്ട് ശുഭകേശൻ. ഇതിനോടകം കേന്ദ്ര കേരള സർക്കാരിൻ്റെ എണ്ണമറ്റ അവാർഡുകളും ഈ കർഷക പ്രതിഭയെ തേടിയെത്തി. ജീവനം തന്നെ കൃഷിക്കായി മാറ്റിവെച്ച ശുഭകേശൻ്റെ കൃഷിഗാഥയിലെ പങ്കാളി ജീവിത പങ്കാളി കൂടിയായ ലതികയാണ്. ഈ കാഴ്ചകൾ കഞ്ഞിക്കുഴിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ഓണക്കാലത്തെ ജൈവ പച്ചക്കറി കൊണ്ട് അർദ്ധസമ്പൂർണ്ണമാക്കുകയാണ് ശുഭകേശനും അദ്ദേഹത്തിൻ്റെ ഏക്കർ കണക്കിന് വരുന്ന ഈ കൃഷിത്തോട്ടവും. ആലപ്പുഴയിൽ നിന്നും ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.